നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് പ്രതിസന്ധികളെയും മറികടക്കുവാൻ വിവിധ സാധ്യതകൾ തേടുന്നവരാണ് മനുഷ്യൻ. ലോകത്തിൽ ഏതെല്ലാം പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ട് ഉന്നതമായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട് എന്നത് ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിസന്ധികൾ എത്ര വലുതാകുന്നുവോ അത്രയധികം ഗൗരവത്തോടുകൂടെ ആ പ്രതിസന്ധികളെ മറികടക്കുവാൻ നാം പ്രാപ്തരാകുന്നു എന്നതാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം മറന്നു പോകരുത്, പല സന്ദർഭങ്ങളിലും വളരെ ലാഘവ ബുദ്ധിയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് വലിയ അപകടത്തിലേക്ക് നാം എത്തിച്ചേരുമെന്നും നാം മനസ്സിലാക്കണം. ലോകത്തിലെ പ്രസിദ്ധമായ ചൈനയുടെ വൻമതിലിനെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്. ആർക്കും കീഴടക്കാൻ കഴിയില്ലെന്നുള്ള ചിന്തയിൽ ധാരാളം ആളുകളെ നിയോഗിച്ച് പടുതുയർത്തിയ ചൈനയുടെ വൻമതിൽ ഒരിക്കൽ പോലും അതിനെ മറികടക്കാനാവില്ലെന്ന് അന്നത്തെ ഭരണകൂടവും വിശ്വസിച്ചു പോന്നതാണ്. പക്ഷേ അതിൻ്റെ പണി കഴിഞ്ഞ് ഏതാണ്ട് ആദ്യത്തെ 100 വർഷത്തിന് ഉള്ളിൽ 3 പ്രാവശ്യം ആ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് ശത്രു രാജ്യങ്ങൾക്ക് കടന്നു ചെല്ലുവാനിടയായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരിക്കൽ പോലും സൈന്യത്തെ ഉപയോഗിച്ച് ചൈനയുടെ കാവൽപ്പടന്മാരെ തോൽപ്പിച്ചതുകൊണ്ടല്ല, ശക്തമായ ആയുധങ്ങൾ കൊണ്ട് മതിൽ തകർത്തിട്ടുമല്ല, പകരം കാവൽ നിന്നിരുന്ന പടയാളികൾക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് ആ വലിയ പ്രതിസന്ധിയെ മറികടക്കുവാൻ ആളുകൾ തയ്യാറായത്. ഒരു കാര്യം ഓർക്കണം, വലിയ മതിൽക്കെട്ട് പണിതുയർത്തിയിട്ടും കാവൽപ്പടന്മാർ വളരെ ലാഘവ ബുദ്ധിയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ തയ്യാറായതുകൊണ്ട് അവരുടെ സംരക്ഷണ ഭിത്തി പോലും യാതൊരു പ്രയോജനമില്ലാത്തതായി മാറി. ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, ഒരു ഭാഗത്ത് എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനെ മറികടക്കുവാൻ വിവിധ സാധ്യതകൾ ആളുകൾ തേടും. ഗൗരവമായി പ്രതിസന്ധികളെ മറികടക്കുവാൻ മനസ്സ് കാണിച്ചാൽ നമുക്ക് തടസ്സമായി നിൽക്കുന്നതൊന്നുമില്ല എന്നതാണ് സത്യം. എന്നാൽ മറുവശത്ത് ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കപ്പെട്ടവർ വളരെ നിസ്സാരമായി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കൈകാര്യം ചെയ്താൽ അവർ പടുത്തുയർത്തുന്ന മതിൽക്കെട്ടുകൾക്കോ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വലിയ വലിയ പ്രവൃത്തികൾക്കോ യാതൊരു പ്രയോജനമില്ലാതെ പോകും എന്നതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. 2 പാഠങ്ങൾ ഇതിനകത്ത് നാം ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാം. അതിൻ്റെ സമർപ്പണവും ആത്മവിശ്വാസവും കഠിനാധ്വാനവും മാത്രം മതി. മറുവശത്ത് എല്ലാ സാധ്യതകളും നമുക്കുള്ളപ്പോൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ ലാഘവ ബുദ്ധിയോടെ നിസ്സാരമായി കണ്ടാൽ നമ്മെക്കൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് നാം അറിയേണ്ട രണ്ടാമത്തെ പാഠം. ധാരാളം ആളുകളും തോറ്റുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, വലിയ വലിയ വെല്ലുവിളികൾ മുൻപിൽ നിൽക്കുന്നത് എന്നെക്കൊണ്ട് മറികടക്കാൻ കഴിയില്ല എന്ന ചിന്ത കൊണ്ടാണ്. ഒരു പരിധിവരെ ആത്മവിശ്വാസമില്ല, അശുഭാപ്ത വിശ്വാസമാണ് അവരെയൊക്കെ നയിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സില്ല, എല്ലാം അസാധ്യമെന്നുള്ള ചിന്തയിലൂടെ വളരെ വളരെ നിസ്സാരമായി ജീവിതം നയിച്ചു പോകുന്ന ഒത്തിരി ആളുകൾ. മറ്റൊരു കൂട്ടം ആളുകൾ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടും യാതൊരു ഗൗരവവും കൂടാതെ വളരെയധികം ലാഘവ ബുദ്ധിയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ. എല്ലാ തരത്തിലുള്ള സമൂഹത്തിലും ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ കഴിയും.
തോറ്റുപോയവരുണ്ട്, ജയിച്ച് കയറിയവരുണ്ട്. സത്യത്തിൽ നാം അല്ലേ തീരുമാനിക്കേണ്ടത് ജയിക്കണമോ തോൽക്കണമോ എന്നത്. ജയിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും നാം ജയിക്കും. പകരം തോറ്റുകൊടുക്കാനാണ് മനസ്സെങ്കിൽ ആരൊക്കെ നിർബന്ധിച്ചാലും എന്തൊക്കെ സാധ്യതകളുണ്ടെങ്കിലും ഒരിക്കൽ പോലും നാം ജയിക്കില്ല, തോൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മനോഭാവങ്ങളെ നമ്മൾ മാറ്റണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകണം. ജയിക്കാനൊരു മനസ്സ്, തോറ്റുകൊടുക്കാൻ ഒരിക്കലും മനസ്സില്ലാത്ത ഒരു നല്ല മനോഭാവം. അങ്ങനെയുള്ളൊരു ജീവിതം നാം പടുത്തുയർത്തിയാൽ എത്രയോ ഉന്നതമായ നേട്ടങ്ങൾ നമ്മുടെ കൈകളിലെത്തുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് വളരെ പോസിറ്റീവായി വെല്ലുവിളികൾ ഏറ്റെടുക്കുക. തോറ്റുകൊടുക്കാൻ മനസ്സില്ലെന്ന് പ്രഖ്യാപിക്കുക. തീർച്ചയായും ജയം നമ്മുടെ കൂടെ.